റോമൻസ് 6-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം വായിക്കാം. നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷിക രീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അത്യധികമായ അധർമ്മത്തിനും അശുദ്ധിക്കും ദാസരായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് ദാസരായി സമർപ്പിക്കുവിൻ. സോ ഈ ഫ്ലഷ്, ഈ ജഡം എന്ന് പറയുന്നത് നമുക്കറിയാം, പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നന്മ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ ചെയ്യരുതെന്ന് തീരുമാനിക്കുന്ന തിന്മയാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത്. ദാറ്റ് ഈസ് ബിക്കോസ് ദർ ഇസ് എ വീക്കർ എലിമെന്റ് ഇൻ അസ്, ദാറ്റ് ഈസ് എ ഫ്ലഷ്. അപ്പോൾ അങ്ങനെ ആ വീക്ക്നെസ്സിലും എനിക്ക് അവിടെ ഒരു വിജയം കിട്ടുന്നത് എങ്ങനെയാണ്? ഞാൻ യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ. Are you with me? Say hallelujah. I'm struggling to deliver this message. Hallelujah. Hallelujah. പിന്നെ ജഡം എന്ന് പറയുന്നത് is the unregenerate state of man. That is ഒരു വീണ്ടും ജനനം സംഭവിക്കാത്ത ഒരു മനുഷ്യൻ്റെ അവസ്ഥ. That is ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല, യേശു ക്രിസ്തുവിന് വേണ്ടി സെപ്പറേറ്റ് ചെയ്തിട്ടില്ല, നീതീകരിച്ചിട്ടില്ല, അങ്ങനെ ദൈവവുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ജീവിക്കുന്ന ഒരു അവസ്ഥ. റോമക്കാരുടെ ലേഖനം 7-ാമത്തെ അധ്യായം 5-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ അവിടെ പറയാം, For when we were in the flesh, the sinful passions which were aroused by the law were at work in our members to bear fruit to death. അപ്പോൾ അവിടെ വെൻ വി വെർ ഇൻ ദ ഫ്ലഷ്, അവിടെ എന്ന് പറയുമ്പോൾ ഒരു അൺറീജനറേറ്റ്, യേശു ക്രിസ്തുവിനെ പോലും അറിയുവാൻ ഒരു താല്പര്യവും കാണിക്കാതെ ഞാൻ ജീവിക്കുന്ന ആ സമയങ്ങളിൽ, അങ്ങനെ അവസ്ഥയിലും നമ്മൾക്ക് എന്താണ് വേണ്ടത്? യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസം നമ്മളിൽ വരികയാണെങ്കിൽ ആ പാഷൻസ്, അവിടെ പറയുന്നുണ്ടല്ലോ, ദ സിൻഫുൾ പാഷൻസ്, അതിൻ്റെ മുകളിൽ എനിക്കും നിങ്ങൾക്കും ഒരു ആധിപത്യം കിട്ടും. കാരണം യോഹന്നാൻ്റെ ലേഖനം പറയുന്നത് ദൈവപുത്രൻ പ്രത്യക്ഷപ്പെട്ടത് പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുവാനും അങ്ങനെ അതിൻ്റെ മുകളിൽ ഒരു വിജയം നേടുവാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ ഈവൻ ദ റീജനറേറ്റ് മാൻ ഈസ് എ ഫ്ലഷ്. പക്ഷേ ആ ഫ്ലഷിൻ്റെ മുകളിൽ എനിക്കൊരു വിജയം കിട്ടണമെന്നുണ്ടെങ്കിൽ, എനിക്ക് യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസമുണ്ടെങ്കിൽ അതിനെയും എനിക്ക് അതികടന്ന് ഒരു വിജയം കിട്ടും. ഒന്ന് വായിച്ചത്, നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപവികാരങ്ങൾ മരണത്തിന് ഫലം കായ്ക്കുവാൻ തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോന്നു. അവിടെയും എനിക്കൊരു വിജയം വേണമെന്നുണ്ടെങ്കിൽ ഒരു അല്പവിശ്വാസം കൊണ്ട് എനിക്ക് അതിൻ്റെ മുകളിൽ വിജയം കിട്ടുകയില്ല. കാരണം യേശു ക്രിസ്തു പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസം തന്നെ വേണം. എങ്കിൽ മാത്രമേ എനിക്ക് ആ പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും പിശാചിൻ്റെയും പ്രവൃത്തികളുടെ മുകളിൽ എനിക്ക് ഒരു വിജയം കിട്ടുകയുള്ളൂ. ഹല്ലേലൂയ. പിന്നെ നമുക്കറിയാം, ജഡമെന്ന് പറയുന്നത് ഈസ് ദ സീറ്റ് ഓഫ് സിൻ ഇൻ മാൻ. ആ പാപത്തിൻ്റെ ഒരു ഇരിപ്പിടമാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ദ ഫ്ലഷ്. കാരണം നമുക്ക് 1 യോഹന്നാൻ 2:16 ഒന്ന് വായിക്കാം. For all that is in the world, the lust of the flesh, the lust of the eyes, and the pride of life is not the Father's, but is of the world. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. അപ്പോൾ നമുക്കിവിടെ ലസ്റ്റ് ഓഫ് ദ ഫ്ലഷ്, എന്താണ് ഈ ലസ്റ്റ് ഓഫ് ദ ഫ്ലഷ് എന്ന് പറയുന്നത്? ഇറ്റ് ഇസ് എ ഇന്നർ യേണിംഗ്. ഒരു നമ്മുടെ ഉള്ളിൽ, നമ്മളുടെ മനസ്സുകൊണ്ടൊക്കെ നമ്മൾ ദൈവത്തിന് സമർപ്പിച്ച് കാണും. ബട്ട് ദർ ഈസ് ദാറ്റ് ഇന്നർ യേണിംഗ് വിച്ച് യു ആർ നോട്ട് സറണ്ടർ ടു ജീസസ്. ദാറ്റ് നമ്മൾ കാണുന്നതെല്ലാം എനിക്ക് വേണം. ദ ലസ്റ്റ് ഓഫ് ദി ഫ്ലഷ്, ദാറ്റ് ഈസ് എനിക്ക് ഈ ലോകത്തിലെ സുഖലോലുപത, ദാറ്റ് ഈസ് ദ സുഖലോലുപത. ഹല്ലേലൂയ. ദാറ്റ് ഈസ് I want to please my flesh. I want to please my senses. So there is an inner yearning which I am not able to control. നമ്മൾ ദൈവത്തിന് നമ്മളുടെ ജീവിതങ്ങളൊക്കെ സമർപ്പിച്ചതാണെന്ന് പറയുമായിരിക്കും. പക്ഷെ നമ്മുടെ ജീവിതങ്ങൾ നോക്കുമ്പോൾ ആ സമർപ്പണത്തിൻ്റെ ഒരു അടയാളവും കാണാൻ പറ്റുകയില്ല. ചിലപ്പോൾ നമ്മളുടെ പറയാൻ പറ്റുമായിരിക്കും, ഞാൻ യഥാർത്ഥത്തിൽ സമർപ്പിച്ച വ്യക്തിയാണ്, പക്ഷെ ആരും കണ്ടാൽ തോന്നുകയില്ല. You are a surrendered person in disguise. Are you with me? You are a surrendered person in disguise.
because you are in the world and you want to look like the world. You are a spy on a secret mission. You are a spy only to yourself. Are you with me? Hallelujah. The lust of the eyes, the lust of the flesh, and the pride of life. സഹോദര സഹോദരി, നമ്മൾ ദൈവത്തിന് വേണ്ടി നമ്മുടെ ജീവിതങ്ങൾ കൊടുത്ത വ്യക്തികളാണെന്ന് പറയുന്നുണ്ട്. ആ കൊടുത്ത വ്യക്തികളാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് നമ്മൾ മറ്റുള്ളവർക്ക് അത് കണ്ടാൽ അറിയാൻ പറ്റുമോ? നമ്മുടെ സംസാര രീതി, അല്ലെങ്കിൽ നമ്മളുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതിയുടെ അടിസ്ഥാനത്തിൽ അവർക്കത് കാണാൻ പറ്റുമോ? Or are you a disguised believer? Are you a disguised disciple? പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ ഏറ്റു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെയും പിതാവിൻ്റെ മുമ്പിൽ ഏറ്റു പറയും. ലോകത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ എന്നെ ഏറ്റു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ നിങ്ങളെയും ഏറ്റു പറയും. ലോകത്തിൻ്റെ മുമ്പിൽ എങ്ങനെയാണ് നമ്മൾ ഏറ്റു പറയുന്നത്? വഴിയെ പോകുമ്പോഴൊക്കെ ഹല്ലേലൂയാ പറയണം, അല്ലേ? അങ്ങനെയാണോ? അല്ലെങ്കിൽ പോകുന്നിടത്തൊക്കെ ബൈബിൾ കച്ചത്തി വെച്ച് പോകണം, ആണോ? അല്ലെങ്കിൽ വെള്ളയും ജുബ്ബ കൊടുക്കണം, ആണോ? അല്ലെങ്കിൽ സ്വർണ്ണ മഹാഭരണങ്ങൾ ഒന്നും ഇടരുത്, അങ്ങനെയാണോ ഏറ്റു പറയുന്നത്? നമ്മളുടെ സ്വഭാവത്തിൽ നിന്നും, നമ്മുടെ സംസാരത്തിൽ നിന്നും, നമ്മുടെ പ്രവൃത്തികളിൽ നിന്നുമൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മുടെ കാഴ്ച, നമ്മളെ തന്നെ ഉണ്ടല്ലോ ആസ് എ പേഴ്സൺ, അങ്ങനെയാണ് നമ്മൾ പിതാവായ ദൈവത്തെ ലോകത്തിന് ഏറ്റു പറയുന്നത്. So you have to be a disclosed believer and not an undisclosed believer. Are you with me? Yes. Hallelujah. There is no point saying that I am a believer. I surrendered my life. പക്ഷേ ഉണ്ടല്ലോ, ഈ പോലീസ് കള്ളന്മാരെ പിടിക്കാൻ നേരത്ത് there is what is called, ഒരു കള്ളനെ പിടിക്കാൻ, അതായത് അയാളാണെന്ന് അറിയാനായിട്ട് 10 പേരെ നിർത്തും, അതല്ലേ? എന്നിട്ട് ഐഡന്റിഫൈ ചെയ്യണം. വാട്ട് ഇസ് ഇറ്റ് കോൾഡ്? എന്താണ്? there is a word for it. there is a parade. ഐഡന്റിഫിക്കേഷൻ പെരേഡ്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, മിക്ക വിശ്വാസികളെ ഒരു ഐഡന്റിഫിക്കേഷൻ പെരേഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ, ഓ ഹല്ലേലൂയ, ആ വ്യക്തി വിശ്വാസിയാണെന്ന് പറയാൻ പറ്റുകയില്ല. The world will not be able to identify you as a believer because your conduct does not show it. Your behavior, nothing. Your talk does not show it. Your relationships don't show it. So you are a spy. You are a deceiving disciple. But you are not deceiving the world. You are deceiving yourself. That is a flesh. That is a flesh that has to die. അതുകൊണ്ട് റോമാലേഖനം 12-ാമത്തെ അധ്യായം 2-ാമത്തെ വചനം പറയുന്നു. ഒന്നും ഒന്ന് വായിക്കുക സഹോദര സഹോദരി, ഇതൊക്കെ കേൾക്കണം. കാരണം ഒരു വിശ്വാസിയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ ജീവിതം must be a witness that you are a believer. 12:1-2 റോമൻസ്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ കാരുണ്യം മൂലം നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നിങ്ങൾ ആത്മീക ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക. ശരീരങ്ങളെ എന്ന് പറയുമ്പോൾ your flesh, everything that is in the flesh must be offered up as a sacrifice. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. That is a transformation. Do not be conformed to the world. That അപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുന്നത് the flesh is under control. അല്ലെങ്കിൽ ജഡം എപ്പോഴും നമ്മുടെ തലയിൽ കയറിയിരിക്കുകയാണ്. Hallelujah. So we have to change. സങ്കീർത്തനം 119:11 പറയുന്നത് ഇങ്ങനെയാണ്, Your word I have hidden in my heart that I may not sin against you. നിന്റെ വചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കുകയാണ്. എന്തിനു വേണ്ടി? നിന്റെ എതിരെ ഞാൻ പാപം ചെയ്യാതിരിക്കുവാൻ വേണ്ടി. ആ വചനമാണ് നമുക്ക് ആധിപത്യം. ജഡത്തിൻ്റെ മുകളിൽ ആധിപത്യം തരുന്നത് ദൈവത്തിൻ്റെ വചനം മാത്രമാണ്. 37-ാമത്തെ വചനം സങ്കീർത്തനം 119 പറയുന്നത്, Turn away my eyes from looking at worthless things. വായിച്ചേ. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. അപ്പോൾ ഈ ജഡം എൻ്റെ മുകളിൽ ആധിപത്യം ഉണ്ടാകാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ആ വചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 105-ാമത്തെ വചനം പറയുന്ന പോലെ, നിന്റെ വചനം എൻ്റെ പാദത്തിന് ഒരു വിളക്കും പാതയ്ക്ക് ഒരു വെളിച്ചവുമായിരിക്കും.
അതായിരിക്കും വചനം ആയിരിക്കും നമ്മളെ നയിക്കുന്നത്. 37 വായിച്ച്. വ്യർത്ഥ കാര്യങ്ങൾ നോക്കുന്നതിൽ നിന്ന് എൻ്റെ കണ്ണുകളെ തിരിച്ച് നിന്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ. Not to look at the worthless things of the world. That is the flesh. ദൈവത്തിന്റെ വചനം പറയുന്നത്, and the life that I now live in the flesh I live by the faith of Jesus Christ. ഇപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ എതിരെ വരും. ഇതെല്ലാവരുടെ ജീവിതത്തിലും ഇങ്ങനത്തെ അവസ്ഥകളെല്ലാം വരികയില്ലെന്നല്ല. പക്ഷെ അതിൻ്റെ മുകളിൽ എനിക്കും നിങ്ങൾക്കും ആധിപത്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എൻ്റെ വിശ്വാസം യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസമായിരിക്കും. അപ്പോൾ ഇതിനെ ഒന്നും ഞാൻ നോക്കുകയില്ല. I will not look at the worthless things. I will not bother about that because I am focused on Jesus Christ. പിന്നെ വേറെ ഒന്ന്, ജഡം എന്ന് പറയുന്നത് is a lower and temporary element in religious ordinances. വളരെ ബാഹ്യമായ ചില കാര്യങ്ങൾ, മനുഷ്യൻ കണ്ണുകൊണ്ട് മാത്രം കാണുന്ന വളരെ വളരെ താന്ന ചില കാര്യങ്ങൾ. ഗലേഷ്യൻസ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് മതം, ഇറ്റ് ഈസ് ആചാരം, അനുഷ്ഠാനം, പാരമ്പര്യം, നിയമം. ഇതൊക്കെ ആ റിലീജിയസ് ഓർഡിനൻസിൽ താന്ന് കിടക്കുന്നതാണ്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഇതിനൊന്നും ഒരു വിലയും കൽപ്പിക്കുന്നില്ല. ദാറ്റ് ഈസ് എ ഫ്ലെഷ്. അത് ആ ഫ്ലെഷിനെ ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിലും ആ ഫ്ലെഷിൽ, കാരണം ഇന്ന് നമ്മൾ ജീവിക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ മധ്യമുണ്ട്. ആ ജീവിതത്തിൽ എനിക്ക് വിജയം കിട്ടണമെന്നുണ്ടെങ്കിൽ യേശുവെ നിന്റെ വിശ്വാസത്തിൽ ഞാൻ ജീവിക്കണം. അപ്പോൾ മാത്രമേ അതിനെ മറികടന്ന് എനിക്ക് ജീവിക്കുവാൻ പറ്റുകയുള്ളൂ. ഗലാത്യർക്ക് ലേഖനം 3-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം ഒന്ന് വായിക്കാം. അവിടെ പറയാണ്, Are you so foolish? Having begun in the spirit, you are now being made perfect by the flesh. നിങ്ങൾ ഇത്ര ബുദ്ധിഹീനരാണോ? ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടാണോ പൂർണ്ണമാക്കുന്നത്? അവിടെ ജഡം എന്ന് പറയുന്നത് ദൈവവുമായിട്ട് ഒരു ബന്ധം ഉണ്ടാകുവാൻ വേണ്ടി, ദൈവവുമായിട്ട് എനിക്ക് ഒരു സ്നേഹബന്ധമുണ്ടാകണം. പക്ഷേ ആത്മാവിൽ ആ ബന്ധം സ്ഥാപിക്കുന്നതിന് പകരം ഞാൻ ജഡത്തിലെ കുറെ കാര്യങ്ങൾ ചെയ്ത് ആ ഒരു ബന്ധം സ്ഥാപിക്കുവാൻ നോക്കുകയാണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിയമങ്ങളും പാരമ്പര്യങ്ങളും എല്ലാം കൂടി. Are you with me? That is the flesh. അതിൻ്റെ മുകളിൽ എനിക്ക് ആധിപത്യം വേണമെന്നുണ്ടെങ്കിൽ ആ യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസം എൻ്റെ ജീവിതത്തിൽ വരണം. പക്ഷെ ഞാൻ ഒരു അല്പവിശ്വാസിയായിട്ട് എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ഈ ജഡം എന്നെ ഇറ്റ് ഓവർ പവർ മീ. അതുകൊണ്ടാണ് ഈ ലോകത്തിൽ നോക്കുന്നത് എത്ര നല്ല നല്ല വ്യക്തികളുടെ പ്രിയപ്പെട്ടവരെ, അവരുടെ ആത്മീയത എല്ലാം ജഡത്തിലാണ്, കുറേ പ്രവൃത്തികളിലാണ്, കുറേ പ്രാർത്ഥനയിലാണ്, കുറേ നൊവേനകളിലാണ്, അല്ലെ കുറേ കർമ്മങ്ങളിലാണ് അവരുടെ ആത്മീയത. ദാറ്റ് ഈസ് ഇൻ ദ ഫ്ലെഷ്. അപ്പോൾ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ എനിക്കും നിങ്ങൾക്കും ആധിപത്യം കിട്ടണമെന്നുണ്ടെങ്കിൽ വാട്ട് ഐ ബിഗൺ, ഞാൻ ആത്മാവിൽ തുടങ്ങിയത് ആത്മാവിൽ തന്നെ അവസാനിക്കണം. അല്ലാതെ ആത്മാവിൽ തുടങ്ങിയ ഒരു പ്രവൃത്തി ജഡത്തിൽ അവസാനിക്കരുത്. അങ്ങനെ ജഡത്തിൽ അവസാനിക്കുകയാണെങ്കിൽ ജീവൻ മുന്നേ കണ്ട് ഞാൻ തുടങ്ങിയ ഒരു പ്രവൃത്തി മരണത്തിലാണ് അവസാനിക്കാൻ പോകുന്നത്. Are you with me? Hallelujah. That is why many believers, വെളിപാട് പുസ്തകം പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് എതിരെ ഒരു കാര്യമുണ്ട്, നിന്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു. ആദ്യ സ്നേഹം ആത്മാവിലായിരുന്നു നീ എന്നെ സ്നേഹിച്ചത്. പക്ഷെ ഇന്ന് ആ ജഡം നിന്നെ ഓവർ പവർ ചെയ്തിട്ട് നീ ഇന്ന് മരണത്തിലാണ് ജീവിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ ആധിപത്യം വേണമെന്നുണ്ടെങ്കിൽ ആ യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസം എന്നിൽ വരണം. കാരണം മറ്റൊന്ന്, ഞാൻ വിശ്വസിക്കുന്ന ആരാണ്? ഞാൻ എൻ്റെ സഭയിലാണ് വിശ്വസിക്കുന്നത്, എൻ്റെ പുരോഹിതനെയാണ് വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ചില നിയമങ്ങളെയാണ് വിശ്വസിക്കുന്നത്. കാരണം പല വ്യക്തികളോട് സംസാരിക്കുകയാണെങ്കിൽ പറയും, ഇന്ന വ്യക്തി ഇത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അത് ശരിയാണ്. എൻ്റെ വിശ്വാസം ആരുടെയാണ്? ആ പുരോഹിതൻ്റെ അല്ലെങ്കിൽ ആ പാസ്റ്ററിൻ്റെ വിശ്വാസമാണ്. പ്രിയപ്പെട്ടവരെ, പുരോഹിതനോ പാസ്റ്ററിനോ സഭയ്ക്കോ മതത്തിനോ ഒന്നിനും നമ്മളെ രക്ഷിക്കാൻ പറ്റുകയില്ല. ആകെ രക്ഷിക്കാൻ പറ്റുന്നത് രക്ഷകനാണ്. ആ രക്ഷകന്റെ പേര് യേശു ക്രിസ്തു എന്നാണ്. ഹല്ലേലൂയ. അപ്പോൾ അവന്റെ വിശ്വാസത്തിലേക്ക് ഞാൻ വരണം. പിന്നെ ഹെബ്രായർക്ക് ലേഖനം 9-ാം അധ്യായം 10-ാമത്തെ വചനം പറയുന്നുണ്ട്, concerned only with foods and drinks, various washings and fleshy ordinances imposed until the time of Reformation. അപ്പോൾ ഇതെല്ലാം ജഡത്തിലാണ്. ഇത് ചെയ്യണം, അത് ചെയ്യരുത്, അത് അങ്ങനെ ചെയ്യണം, ഇത് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. That is all the flesh. And the life that I now live in the flesh,
I live by the faith of Jesus Christ. Hallelujah. Are you with me? It's a time that we rose into that. We got a promotion. പിന്നെ വേറെ ഒന്ന്, the natural attainments of man. ജഡം എന്ന് പറയുന്നത്, the life that I now live in the flesh. മനുഷ്യൻ അറിയാമല്ലോ, സമൂഹത്തിലെ ഒരു പേര്, അല്ലെങ്കിൽ സമൂഹത്തിൽ വലിയ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ പഠിപ്പുള്ളവൻ, അറിവുള്ളവൻ, സ്വാധീനമുള്ളവൻ, സമ്പത്തുള്ളവൻ, ശക്തിയുള്ളവൻ, അല്ലേ? ദാറ്റ് ഇസ് എ പേഴ്സണൽ അച്ചീവ്മെന്റ്സ് ഓഫ് മാൻ. പക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ നോക്കുകയാണെങ്കിൽ 1 കൊരിന്ത്യർ 1-ാം വചനം പറയുന്നുണ്ട്, for you see your calling, brethren, that not many wise according to the flesh, not many mighty according to the flesh, not many noble according to the flesh are called. 1 Corinthians 1:26. സഹോദരരെ, നിങ്ങളുടെ വിളിയെക്കുറിച്ച് ചിന്തിക്കുവിൻ. ലോകത്തിൻ്റെ മാനദണ്ഡം അനുസരിച്ച് ജ്ഞാനികളേറെയില്ല, ബലവാന്മാരേറെയില്ല, കുലീനന്മാരും ഏറെയില്ല. മതി. അപ്പോൾ അവിടെ പറയുന്നത് എന്താണ്? ദ വേൾഡ്ലി അറ്റൈൻമെന്റ്സ്, നമ്മൾ നേടിയെടുത്ത ചില കാര്യങ്ങൾ, ദാറ്റ് ഇസ് എ ഫ്ലെഷ്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ 3 ഫിലിപ്പീൻസ് 3-ാമത്തെ അധ്യായം 8-ാമത്തെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ നേരത്തെ ശ്രേഷ്ഠമായ കരുതിയതെല്ലാം ഇപ്പോൾ ഉച്ഛിഷ്ടമായിട്ട് കണക്കാക്കുകയാണ്. എന്തിന്? യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു അറിവിന് വേണ്ടി. That I considered everything rubbish for the excellence of the knowledge of Jesus Christ. That is a flesh. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമുക്കറിയാമല്ലോ പല വ്യക്തികളും, അതുപോലെ തന്നെ 9-ാമത്തെ വചനം പറയുന്നുണ്ട്, എൻ്റെ നീതിയല്ല ഞാൻ, പക്ഷെ യേശു ക്രിസ്തുവിൻ്റെ നീതിയാണ് ഞാൻ ആശ്രയിക്കുന്നത്. ആ നീതി, എൻ്റെ സ്വന്തം നീതി, അതും ജഡമാണ്. സോ വി ഹാവ് ടു കം ഔട്ട് ഓഫ് ദാറ്റ്. കാരണം പല വ്യക്തികളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ ജഡ്ജ്മെൻറ്റിലനുസരിച്ച് ഏറ്റവും നല്ല വ്യക്തികളാണ് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തവർ, ഏറ്റവും കൂടുതൽ നല്ല പ്രവർത്തികൾ ചെയ്തത്, സമൂഹത്തിൽ ഒരു പേരെടുത്തവർ, അവരൊക്കെയാണ് ഏറ്റവും നല്ല വ്യക്തികൾ. ദാറ്റ് ഈസ് ദി നാച്ചുറൽ അറ്റൈൻമെന്റ്സ് ഓഫ് മാൻ. ജഡത്തിൻ്റെ അറ്റൈൻമെന്റ്സ് ആണ്, ഫ്ലഷിൻ്റെ അറ്റൈൻമെന്റ്. ആർ യു വിത്ത് മീ? അപ്പോൾ ദ ലൈഫ് ദാറ്റ് ഐ നൗ ലിവ് ഇൻ ദ ഫ്ലഷ്, ദാറ്റ് ഈസ് ഈ അറ്റൈൻമെന്റ്സിൻ്റെ ലോകത്തിൽ, ഈ ക്വാളിഫിക്കേഷൻസിൻ്റെയൊക്കെ ലോകത്തിൽ, ഈ ബിസിനസ്സിൻ്റെയൊക്കെ ലോകത്തിൽ ഞാൻ ജീവിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിലാണ്. Are you with me, my dear brother, my dear sister? ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുന്നത്, where everyone's success is looked upon his financial resources, അല്ലെങ്കിൽ the success is looked upon his influence in society. ആ ജീവിതത്തിൽ ഞാൻ ജീവിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിലാണ്. This is what a promotion is required. പിന്നെ 2 കൊരിന്ത്യർ 10-ാമത്തെ അധ്യായം 2-ാമത്തെ വചനം പറയുന്നുണ്ട്, but I beg you that when I am present I may not be bold with that confidence by which I intend to be bold against some who think of us as if we walked according to the flesh. So no, 2 Corinthians 10:2. ഞങ്ങൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്നുവെന്ന് കരുതുന്ന ചിലരോട് ഞാൻ കാണിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുള്ള ധീരത ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ കാണിക്കുവാൻ ഇടവരുത്തരുതെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. പിന്നെ വേറെ ഒന്ന്, ദി സർക്കംസ്റ്റൻസസ് ആൻഡ് ദി എക്സ്റ്റേണൽസ് ഓഫ് ലൈഫ്, നമ്മുടെ ചുറ്റുമുള്ള ആ ജീവിതം, ദാറ്റ് ഈസ് ഓൾസോ ദ ഫ്ലഷ്. 2 കൊരിന്ത്യർ 6-ാമത്തെ അധ്യായം 14 മുതൽ 18 വരെ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ ഒന്ന് പെട്ടെന്ന് വായിക്കാമോ? അത് that is a situation or a circumstance that is around. നിങ്ങൾക്ക് അവിശ്വാസികളോട് ചേർച്ചയില്ലാത്ത പങ്കാളിത്തം ഉണ്ടാകരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്ത് ചേർച്ച? വെളിച്ചത്തിന് ഇരുളിനോട് എന്ത് കൂട്ടായ്മ? ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം? വിശ്വാസിക്കും അവിശ്വാസിക്കും എന്താണ് പൊതുവായിട്ടുള്ളത്? ദൈവത്തിൻ്റെ ആലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് ബന്ധം? നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാണല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമായിരിക്കുമെന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കുവിൻ എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തൊടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊള്ളും. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രിമാരും പുത്രന്മാരും ആയിരിക്കും എന്ന് സർവശക്തനായ യഹോവ അരുളി ചെയ്യുന്നു. Hallelujah. That is the world around us, അല്ലേ?
The life that I now live in the flesh, I live by faith of the Son of God. ഹല്ലേലൂയ. നമ്മുടെ മധ്യേ there is so much of pressure to mingle. There is so much of pressure to compromise. ആ ജഡത്തിൻ്റെ ഇടയിലും ഞാൻ ജീവിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിലായിരിക്കും. Are you with me? ഹല്ലേലൂയ. Hallelujah, hallelujah. പിന്നെ നോക്കുകയാണെങ്കിൽ the outward and seeming as contrasted by the spirit and the inward and the real. That is രണ്ട് തരമുണ്ട്. The outward and seeming, ബാഹ്യമായി നമുക്ക് കാണുകയും തോന്നുകയും ചെയ്യുന്ന കാര്യവും പിന്നെ യഥാർത്ഥത്തിലുള്ള ഉള്ളിൽ ആന്തരികമായതും യഥാർത്ഥമായതും തമ്മിൽ. വൺ ഇസ് എ ഫ്ലെഷ് ആൻഡ് വൺ ഇസ് എ സ്പിരിറ്റ്. വായിക്കുകയാണെങ്കിൽ നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 63-ാമത്തെ വചനം. It is a spirit that gives life. The flesh profits nothing. The words that I speak to you, they are spirit and they are life. അപ്പോൾ പലതരത്തിൽ നോക്കുകയാണെങ്കിൽ ഔട്ട്വേർഡായിട്ട് കാണുമ്പോൾ അത് നല്ലതായിട്ട് തോന്നും. പക്ഷേ ആന്തരികമായി യഥാർത്ഥത്തിൽ അത് നമ്മൾക്ക് നല്ലതല്ല. വായിച്ചത് ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ഹല്ലേലൂയ. അപ്പോൾ പലപ്പോഴും നേരത്തെ നമ്മൾ വായിച്ചു കേട്ടല്ലോ, the just shall live by faith, അല്ലേ? പിന്നെ we walk by faith and not by sight. പക്ഷേ ഈ ലോകത്തിൽ പലപ്പോഴും ആ ഔട്ട്വേർഡ് what seems to be right, what appears to be right, അതാണ് നമ്മളെ ആകർഷിക്കുന്നത്. പക്ഷേ നമ്മൾ ആന്തരികമായി യഥാർത്ഥത്തിൽ എന്താണ് ശരിയെന്ന് നമ്മൾ ചിന്തിക്കുവാൻ നമ്മൾ സമയം കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ചിന്തിക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ള ആ സാഹചര്യം, that is the flesh around, where people are led by the what is seen, what appears to be good, what appears to be correct, that is also the flesh. ആ ഒരു ലോകത്തിലും ഞാൻ ജീവിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിലാണ്. ഹല്ലേലൂയ. Again, next, a matter of relationship. നമുക്കറിയാം ഫ്ലെഷ് എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 19-ാമത്തെ അധ്യായം 5-ാമത്തെ വചനം. അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ശരീരമായി തീരുമെന്ന് അരുളി ചെയ്തു. പലപ്പോഴും ഒരു ശരീരമാവുന്ന people first think about sex. That is an insignificant part of it. That when two people get together, a man and a woman, they become one flesh എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ നേരത്തെ കേട്ട ആ ഫ്ലെഷ് ഉണ്ടല്ലോ, അതിൽ ഇവർ രണ്ടുപേരും പങ്കാളികളായി പാർട്ട്നേഴ്സായിട്ടാണ് ജീവിക്കുന്നത്. Are you with me? Sex is only an insignificant part of that relationship. പക്ഷേ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ച് പാർട്ട്ണർഷിപ്പിലാണ് ജീവിക്കുന്നത്. They shall become one flesh എന്ന് പറയുമ്പോൾ അവരുടെ ജഡങ്ങൾ ഒന്നായി തീരും എന്നല്ല. Of course, it is there. That is the purpose of marriage. One of the purposes of marriage. But it is more that in the areas of flesh that we have heard, ഇവിടെ നമ്മൾ സംസാരിച്ച് മനസ്സിലാക്കിയ ആ ജഡമെന്ന് പറയുന്ന ഓരോ മേഖലകളിലും ഇവർ രണ്ടുപേരും ഒരുമിച്ച് നടക്കും, ഐക്യത്തിൽ നടക്കും, ഐക്യത്തിൽ വിശ്വസിക്കും, ഐക്യത്തിൽ യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിൽ ഐക്യത്തിൽ വിജയത്തിൽ പങ്കാളിത്തം ഉണ്ടാകും. Are you with me? അങ്ങനെ ജീവിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ വേറെ ഒന്ന് നോക്കുകയാണെങ്കിൽ ആത്മീയ തലത്തിലുള്ള റിലേഷൻഷിപ്പ് 1 Corinthians 10:18 എന്ന് വായിച്ചു. ഇസ്രായേൽ ജനതയെ നോക്കുവിൻ, യാഗങ്ങൾ ഭക്ഷിക്കുന്നവർ യാഗപീഠത്തിന്റെ പങ്കാളികളല്ലയോ? അവിടെ just read in English. It says, observe Israel after the flesh. Are not those who eat of the sacrifices partakers of the altar? അവിടെ ഒരു ആത്മീയ തലത്തിൽ ഒന്നാകുകയാണ്. They become one. പിന്നെ Galatians 4:23 വായിക്കുകയാണെങ്കിൽ, but he who was the bondwoman was born according to the flesh, and he of the free woman through the promise. അവിടെ ആത്മീയത്തെ കുറിച്ച് പറയാണ്. The oneness. ഒരാൾ
ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകൻ വാഗ്ദത്ത പ്രകാരവും ജനിച്ചു. അപ്പോൾ അവിടെ ജഡം എന്ന് പറയുന്നത് ഒരു ആത്മീയ തലത്തിലാണ്. ഇറ്റ് ഈസ് എ സ്പിരിച്വൽ സെൻസ് ദാറ്റ് വൺ ഈസ് നോട്ട് അക്കോർഡിംഗ് ടു ഗോഡ്സ് പ്ലാൻ, ഇറ്റ് ഈസ് എ ഫ്ലെഷ്. ദി അതർ ഈസ് അക്കോർഡിംഗ് ടു ഗോഡ്സ് പെർഫെക്റ്റ് പ്ലാൻ, ദാറ്റ് ഈസ് സ്പിരിച്വൽ. അവിടെയും ആ ജഡത്തിൻ്റെ മുകളിൽ നമുക്ക് ആധിപത്യം ഉണ്ടാകണം യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം നേരത്തെ പറഞ്ഞതുപോലെ 11-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം പറയുന്നുണ്ടല്ലോ, ലെറ്റ് നോട്ട് യുവർ ഹാർട്ട് ബി ട്രബിൾഡ്, ബിലീവ് ഇൻ ഗോഡ്, ബിലീവ് ഓൾസോ ഇൻ മീ. അപ്പോൾ പിതാവിൽ വിശ്വസിക്കുകയും യേശു ക്രിസ്തുവിലും വിശ്വസിക്കണം. യേശു ക്രിസ്തു എങ്ങനെ പിതാവിൽ വിശ്വസിച്ചു, ആ യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിൽ വേണം നമ്മൾ മുന്നോട്ട് ജീവിക്കുവാനായിട്ട്. 12-ാമത്തെ വചനം പറയുന്നുണ്ട്, മോസ്റ്റ് അഷ്യൂർഡ്ലി ഐ സേ ടു യു, he who believes in me, the works that I do, he will do also, and greater works than these he will do, because I go to my Father. അപ്പോൾ ഇതിലൊക്കെ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്, യേശു ക്രിസ്തുവിൻ്റെ സഹോദരൻ സഹോദരിയാണെങ്കിൽ യേശു ക്രിസ്തു എങ്ങനെ പിതാവിൽ വിശ്വസിച്ചു അതേ വിശ്വാസമായിരിക്കണം നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. ഒരു കുടുംബത്തിൽ എങ്ങനെ ആ മക്കൾ ഓരോരുത്തർക്കും ആ മാതാപിതാക്കന്മാരിൽ ഉള്ള ആശ്രയവും വിശ്വാസവും ഉണ്ട്, അല്ലാതെ മൂത്തവന് ഒരു വിശ്വാസം അല്ലെ ഒരു ആശ്രയം അല്ലെ ഒരു സ്നേഹം അല്ലെ ഒരു ബന്ധം, ഇളയവന് വേറെ ബന്ധം ഇല്ല. ആർ യു വിത്ത് മീ മൈ ഡിയർ ബ്രദർ ആൻഡ് സിസ്റ്റർ? എല്ലാ മക്കൾക്കും ആ പിതാവിനെ കാണുന്നത് ഒരുപോലെയാണ്. എല്ലാ മക്കൾക്കും ആ പിതാവിലുള്ള വിശ്വാസം ഒരുപോലെയാണ്. എല്ലാ മക്കൾക്കും ആ പിതാവിലുള്ള ആശ്രയം ഒരുപോലെയാണ്. ആർ യു വിത്ത് മീ? സോ യേശു ക്രിസ്തു പിതാവിൽ വിശ്വസിച്ചിരുന്നു, അതുപോലെ തന്നെ നമ്മൾ വിശ്വസിക്കണം പിതാവിൽ. അപ്പോൾ ആരുടെ വിശ്വാസം നമുക്കുണ്ടാകും? യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസം ഉണ്ടാകും. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ലെറ്റ് നോട്ട് യുവർ ഹാർട്ട്സ് ബി ട്രബിൾഡ്, ബിലീവ് ഇൻ ഗോഡ് ജസ്റ്റ് ലൈക്ക് ഐ ബിലീവ്ഡ് ഇൻ ഗോഡ്, ബിലീവ് ഓൾസോ ഇൻ മീ ബിക്കോസ് ഐ ആം ഗോഡ്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസം, യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്നത് പോലെ ഉള്ളൊരു വിശ്വാസത്തിൽ വേണം ഞാൻ ജീവിക്കുവാൻ. അല്ലെങ്കിൽ ഒരു തുടങ്ങിയ ആ യേശു ക്രിസ്തുവിനെ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ വ്യക്തിയും യേശു ക്രിസ്തുവിന് ജീവൻ പൂർണ്ണമായിട്ട് സമർപ്പിച്ച വ്യക്തിയുമായിട്ട് ഒരു വ്യത്യാസവുമില്ല. ഫസ്റ്റ് പേഴ്സൺ ഇസ് ബിലീവിങ് ഇൻ ജീസസ് ക്രൈസ്റ്റ്, ദ അതർ പേഴ്സൺ ഇസ് ഓൾസോ ബിലീവിങ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. ആ വിശ്വാസം വഴി നിന്റെ വിശ്വാസം വളരണം. ആ വളർച്ചയുടെ അളവ് യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്തിലേക്ക് എത്തണം. ഹല്ലേലൂയ. So there is a spiritual growth that takes place. Fundamentalist belief in Jesus Christ. But the growth of the belief is belief which was of Jesus Christ. Belief which was in Jesus Christ. Hallelujah. And then you become like him because you become a co-heir with him. You become a son and a daughter of God, having the same relationship with the Father.